കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന കർത്താവായ ക്രിസ്തു യേശുവിന്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്ന് പകൽ ദൈവവചനം നമ്മോട് ഇടപെടുമ്പോൾ നാം നമ്മെ തന്നെ സമർപ്പിക്കുന്നുവെങ്കിൽ ഒരു പുത്തൻ ആത്മീയ ഉണർവ് നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ ഇടയായിത്തീരും. പ്രിയമുള്ള ദൈവമക്കളെ, ഈ ലോകം അതിൻ്റെ അന്ത്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. എത്ര പേര് ആ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് അതിനുവേണ്ടി പ്രവർത്തിക്കുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. എങ്കിലും നാം യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയണം. ഈ ലോകത്തിലെ പല സംഭവങ്ങളും നാം കാത്തിരിക്കുന്ന നമ്മുടെ കർത്താവിൻ്റെ മേഘപ്രത്യക്ഷതയെ ആമെ വിളിച്ചറിയിക്കുകയാണ്. റോമാലേഖനത്തിൽ പറയുന്നുണ്ട്, സകല സൃഷ്ടികളും കർത്താവിന്റെ വരവിനെ ഈറ്റുനോവോടുകൂടെ കാത്തിരിക്കുകയാ. സൃഷ്ടികൾ, ആമെ ജീവജാലങ്ങൾ, ആമെ പ്രകൃതി എല്ലാം കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ തയ്യാറായി കഴിഞ്ഞു. സ്തോത്രം. അവർ തയ്യാറായിരിക്കുകയാ. തങ്ങളെ സൃഷ്ടിച്ച തന്റെ അരുമനാഥനെ കാത്തിരിക്കുന്ന സൃഷ്ടികൾക്ക് ഉറപ്പുണ്ട്. ആമേ, ദൈവം കടന്നു വരും, യേശു കർത്താവ് കടന്നു വരുന്നുള്ള ഉറപ്പ് സർവ ജീവജാലങ്ങൾക്കും സൃഷ്ടികൾക്കുമുണ്ട്. അവർ ഈറ്റുനോവോടുകൂടെ കാത്തിരിക്കുകയാ. എന്നാൽ ദൈവത്തിന്റെ സ്വരൂപത്തിൽ, ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യവർഗം പലതിലും, പല മേഖലകളിലും, പല സാഹചര്യങ്ങളിലും ഓടിക്കൊണ്ടിരിക്കുകയാ. അവർ കർത്താവിന്റെ വരവിനെ കുറിച്ചോ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ മുന്നേറുന്നതിനെ കുറിച്ചോ ആലോചിക്കുന്നില്ല. കയ്യിലിരിക്കുന്ന നന്മകൾ എങ്ങനെ ഇരട്ടിയാക്കാം, ലഭിച്ച സ്ഥാനത്തിന്റെ അടുത്ത സ്ഥാനം എന്താണ്, അത് പ്രാപിക്കുവാൻ, അത് നേടിയെടുക്കുവാൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാ. ഹല്ലേലൂയ. ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ ഞാൻ ഒരുങ്ങിയിട്ടുണ്ടോ എന്ന് പകൽക്കാലം നമുക്കൊന്ന് പരിശോധിക്കാം. ഒരുങ്ങുവാൻ ഹല്ലേലൂയ സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. പ്രിയരെ, നമുക്ക് ഹല്ലേലൂയ കഴിഞ്ഞ നാളുകളിൽ യഥേഷ്ടം സഞ്ചരിച്ചതുപോലെ സഞ്ചരിക്കുവാനുള്ള ആ സ്വാതന്ത്ര്യം നിഷേധിച്ചിരിക്കുകയാണ്. ആരാധന സ്വാതന്ത്ര്യം, നമ്മുടെ കൂട്ടുവിശ്വാസികളുമായിട്ടുള്ള കൂട്ടായ്മകൾ, ആമേൻ, അവരെ കാണുന്നത്, അവരോടുകൂടെ ആമേ ദൈവത്തെ ആരാധിക്കുന്നത്, സകലതും നിഷേധിച്ചിരിക്കുമ്പോൾ ഹല്ലേലൂയ ഒരു കാര്യം ഓർത്തുകൊള്ളുക, നമ്മുടെ മണവാളനായ കർത്താവായ യേശു ക്രിസ്തു നമ്മെ ചേർക്കുവാൻ ഇനി അധിക നാൾ താമസമില്ല. കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. ഇതാ വാതിക്കലേക്ക് കർത്താവ് അടുത്തുകൊണ്ടിരിക്കുകയാ. പ്രാരംഭത്തിൽ ഒരു ചോദ്യം ഞാൻ ചോദിച്ചു കൊള്ളട്ടെ. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഇന്ന് ഈ നിമിഷം അല്ലെങ്കിൽ അടുത്ത നിമിഷങ്ങളിൽ കർത്താവ് നമ്മെ ചേർക്കുവാൻ വന്നാൽ നാം കർത്താവിനോട് കൂടെ പറന്നുയരുവാൻ യോഗ്യരാണോ എന്ന് ഇന്ന് പകൽ നാം ഒന്ന് പരിശോധിക്കുക. ഹല്ലേലൂയ. നമ്മുടെ തത്രപ്പാടുകൾ, നമ്മുടെ പ്രശ്നങ്ങൾ ഈ ലോകത്തിൽ കിടക്കുകയാ. എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയരിൽ എത്ര പേർ ദൈവത്തിന് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി വ്യാകുലപ്പെടുന്നവരാ? നശിച്ചു പോകുന്ന ജനത്തെ കുറിച്ച് എത്ര പേർക്ക് നിരാശയുണ്ട്, എത്ര പേർക്ക് ഭാരമുണ്ട്. ഹല്ലേലൂയ. ആമേൻ. ജോലി ലഭിച്ചില്ല, കടഭാരമുണ്ട്, മക്കൾക്ക് നല്ല ഭാവി ലഭിച്ചില്ല. ഇതിലെല്ലാം ഭാരപ്പെടുന്നത് തെറ്റെന്നല്ല പറയുന്നത്. എന്നാൽ ഇന്ന് പകൽക്കാലം ഒരു കാര്യം അറിഞ്ഞുകൊള്ളുക, ഒന്നിനെ കുറിച്ചും ഭാരപ്പെടരുത്. ഹല്ലേലൂയ. എല്ലാ ചിന്താകുലവും സ്വീകരിക്കുവാൻ മതിയായ ഒരു ദൈവം നമുക്കുണ്ട്. അങ്ങനെയെങ്കിൽ നാം എന്തിന് നമ്മുടെ ഭാരങ്ങൾ ഏറി വിഷമിക്കണം? ആമേ, നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ ദൈവം ഒരു നാൾ സമ്മതിക്കത്തില്ല. ഹല്ലേലൂയ. നാം കർത്താവിന്റെ ആ വരവിനോട് ഏറ്റവും അടുത്തിരിക്കുന്ന ഈ സമയങ്ങളിൽ ഒരു കാര്യം ഓർത്തുകൊള്ളുക, നമ്മോട് കണക്ക് ചോദിക്കുന്ന ഒരു ദൈവം ഉണ്ട്. നമ്മുടെ ദൈവം നമ്മോട് കണക്ക് ചോദിക്കുന്ന ദൈവമാ. ഹല്ലേലൂയ. മനുഷ്യരായ നാം കണക്കിൽ മിടുക്കന്മാരാ. നമ്മുടെ കരത്തിലിരിക്കുന്ന സമ്പത്താകട്ടെ, എന്തുമാകട്ടെ,
അതിലൊന്ന് കുറയുകയാണെങ്കിലോ കൂടുകയാണെങ്കിലോ നമുക്കതിന്റെ കണക്ക് അപ്പോൾ ആവശ്യമാണ്. എന്നാൽ ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയരെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇത്രമാത്രം നമ്മുടെ അനുദിന ജീവിതത്തിൽ കണക്കുകൾക്ക് പ്രാധാന്യം നാം കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഓർത്തുകൊള്ളുക, നമ്മോടും കണക്ക് ചോദിക്കുന്ന ഒരു കർത്താവുണ്ടെന്ന് നാം മറന്നു പോകരുത്. അതെ, നമ്മുടെ ദൈവം നമ്മോട് കണക്ക് ചോദിക്കുന്ന ദൈവമാ. നാം കണക്ക് ബോധിപ്പിക്കേണ്ടവരാണെന്ന് പുതിയ നിയമം നമ്മെ പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. ആയതിനാൽ ദൈവം ഏൽപ്പിച്ചത്, ദൈവം ആക്കി വെച്ച സ്ഥാനത്ത് നമ്മെ അയക്കുന്നിടങ്ങളിൽ നാം വിശ്വസ്തത പുലർത്തുക. ദൈവത്തിന് അവിശ്വസ്തരെ ആവശ്യമില്ല, ദൈവത്തിന് ആവശ്യം വിശ്വസ്തനെയാ. ആമേൻ. 1 കൊരിന്ത്യർ 4-ാം അധ്യായം അതിന്റെ 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ കർത്താവ് ഒരു കാര്യം നമ്മോട് സംസാരിക്കുകയാ. 1 കൊരിന്ത്യർ 4-ാം അധ്യായം അതിന്റെ 1-2 വാക്യങ്ങൾ. ഞങ്ങളെ ക്രിസ്തുവിന്റെ ശുശ്രൂഷക്കാരും ദൈവമർമ്മങ്ങളുടെ ഗൃഹവിചാരകന്മാരും എന്നിങ്ങനെ ഓരോരുത്തൻ എണ്ണിക്കൊള്ളട്ടെ. ഗൃഹവിചാരകന്മാരിൽ അന്വേഷിക്കുന്നതോ അവർ വിശ്വസ്തരായിരിക്കണം എന്നത്രേ. അതെ, ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷക്കാർ, ദൈവം വിളിച്ചു വേർതിരിച്ച ഗൃഹവിചാരകന്മാർ വിശ്വസ്തരായിരിക്കണം. ദൈവ വേല ചെയ്യുവാൻ ദൈവം കണ്ടിരിക്കുന്ന ക്വാളിറ്റി വിശ്വസ്തതയാ. വിശ്വസ്തതയുള്ളവരെ മാത്രമേ ദൈവം എന്തെങ്കിലും ഏൽപ്പിക്കത്തുള്ളൂ. ഇന്ന് പകൽ എന്നെ കേൾക്കുന്നവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം കൃപകളെ പകർന്നിട്ടുണ്ടെങ്കിൽ നാം വിശ്വസ്തരാണെന്ന് ദൈവത്തിന് ബോധ്യമുള്ളത് കൊണ്ടാ നമ്മെ ഓരോ കൃപകൾ ദൈവം ഏൽപ്പിച്ചത്. എന്നാൽ കൃപ ലഭിച്ചിട്ട് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് പോകുവാൻ അനുവാദമില്ല. ഹല്ലേലൂയ. ദൈവവേല വിജയിക്കണമെങ്കിൽ, ആമേൻ, ദൈവവേല മാത്രമല്ല, നാം ആയിരിക്കുന്ന മേഖലകളെല്ലാം വിജയപൂർണമായി തീരണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വിശ്വസ്തതയുണ്ടായിരിക്കണം. ആത്മാവിന്റെ ഫലങ്ങളിൽ ഒന്നാണ് വിശ്വസ്തത. പരിശുദ്ധാത്മാവ് വസിക്കുന്നു എന്നുള്ളതിന്റെ അടയാളമാണ് ആമേൻ നമ്മുടെ ജീവിതത്തിൽ വിശ്വസ്തത വെളിപ്പെടുന്നത്. എന്നെ കേൾക്കുന്നവരെ, നാം ആയിരിക്കുന്ന ഏത് ചെറുതും വലുതുമായ സാഹചര്യത്തിലും നാം വിശ്വസ്തത പുലർത്തണം. ഒരുപക്ഷെ നമ്മെ ആരും കാണുന്ന ഇല്ലായിരിക്കാം, ആരും കേൾക്കുന്നില്ലായിരിക്കാം, എങ്കിലും രഹസ്യത്തിലും പരസ്യത്തിലും നമ്മുടെ ജീവിതത്തിൽ ഏത് സാഹചര്യത്തിലും നാം വിശ്വസ്തരായിരിക്കണം. ഹല്ലേലൂയ. അതെ, ഈ ആത്മാവിന്റെ ഫലം നമ്മളിൽ കാണുവാൻ ദൈവം ആഗ്രഹിക്കുകയാ. ഇന്ന് നാം പാർക്കുന്ന ചുറ്റുപാട്, നാം പാർക്കുന്ന ഈ ലോകത്തിൽ വിശ്വസ്തത കാണുവാനില്ല. എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ട് അല്പസമയത്ത് വിശ്വസ്തത കാണിച്ച് അതിനപ്പുറത്ത് ചതിയും വഞ്ചനയും കാണിക്കുന്ന ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. സ്തോത്രം. എന്നാൽ ഇന്ന് പകൽ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് വരെയുള്ള നിമിഷം നാം ഒന്ന് പരിശോധിക്കാൻ പോകുക. ഏതെങ്കിലും മേഖലയിൽ എനിക്ക് വിശ്വസ്തത പുലർത്തുവാൻ കഴിയാതെ പോയോ? അങ്ങനെയെങ്കിൽ കർത്താവിന്റെ വരവ് അടുത്ത ഈ സമയങ്ങളിൽ നമുക്ക് നമ്മുടെ ജീവിതത്തെ പരിശോധിക്കുവാൻ ദൈവം നൽകുന്ന ഈ വിലപ്പെട്ട അവസരങ്ങൾ നാം പാഴാക്കി കളയരുത്. സ്തോത്രം. വിശ്വസ്തർ ജയിക്കുവാനിടയായിത്തീരും. വിശ്വസ്തർ പോകുന്ന മേഖലകളിൽ ശോഭിക്കുവാനിടയായിത്തീരും. വിശ്വസ്തർ ദൈവത്താൽ മാനിക്കപ്പെടുവാനിടയായിത്തീരും. ഒരുപക്ഷെ നിന്റെ വിശ്വസ്തത എടുത്തു പറയുവാനോ, നീ ചെയ്യുന്ന കാര്യങ്ങൾ ഒരു പ്രശംസ വാക്കിലൂടെ അറിയിക്കുവാനോ ഒരുപക്ഷെ ആരും കാണത്തില്ല. എങ്കിലും ഒരു കാര്യം ഓർത്തുകൊള്ളുക, നമ്മെ മാനിക്കുന്ന, ഹല്ലേലൂയ, നമ്മെ ചേർത്ത് പിടിക്കുന്ന, നമ്മെ സകല ജനത്തിന് മുമ്പേ നമ്മുടെ പേർ വിളിച്ചു പറയുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവജനമേ, നിങ്ങൾ മനുഷ്യന്റെ പ്രശംസയ്ക്ക് കാത്തിരിക്കുകയാണോ? എങ്കിൽ മുന്നിൽ നിരാശയുണ്ടാകും, ഭാരമുണ്ടാകും, ദുഃഖമുണ്ടാകും. മനുഷ്യന്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾക്ക് വേണ്ടി കാതോർക്കാതെ
ദൈവത്തിന്റെ പുകഴ്ചയ്ക്ക് വേണ്ടി, ദൈവപ്രസാദം ലഭിക്കുവാൻ വേണ്ടി ഇന്ന് പകൽ ഒന്ന് ഒരുങ്ങുക. മനുഷ്യന്റെ ഇഷ്ടങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ മാറി മറിയുന്നതാ. എന്നാൽ ദൈവത്തിന് നമ്മോട് ഇഷ്ടം തോന്നിയാൽ, ഒരുവന്റെ വഴിയിൽ യഹോവയ്ക്ക് പ്രസാദം തോന്നിയാൽ, അവന്റെ ഗമനത്തെ സ്ഥിരമാക്കുന്ന ദൈവമാ നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. ഇന്ന് കരത്തിൽ സമ്പത്തുണ്ടെങ്കിൽ നമ്മെ ഇഷ്ടപ്പെടുവാൻ അനവധി ആൾക്കാരുണ്ടാകും. സ്ഥാനത്തിലിരിക്കുവാണെങ്കിൽ, ഒരു അധികാര പദവിയിൽ ഇരിക്കുകയാണെങ്കിൽ, അതല്ല നമ്മുടെ ജീവിതത്തിൽ അവർക്ക് ഉപകാരപ്പെടുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മെ സ്നേഹിക്കുവാൻ കുടുംബം, കൂട്ടുകാർ, നാട്ടുകാർ, ചാർച്ചക്കാർ എല്ലാവരും ഉണ്ടാകും. എന്നാൽ ഒരു പ്രശ്നത്തിൽ അകപ്പെടുമ്പോൾ, ശൂന്യതയിലേക്ക് ഇറങ്ങിപ്പോകുമ്പോൾ നമ്മെ അവിടുന്ന് കരം പിടിച്ചുയർത്തുവാൻ ഇവരെ ഒന്നും കാണത്തില്ല. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഹല്ലേലൂയ, മനുഷ്യന്റെ പ്രശംസയ്ക്കോ മനുഷ്യന്റെ വാക്കിനോ കാത്തിരിക്കാതെ, മനുഷ്യന്റെ ഇഷ്ടം, മനുഷ്യന്റെ പ്രീതി പിടിച്ചു പറ്റി ജീവിതം പാഴാക്കാതെ, ദൈവത്തിന്റെ ഇഷ്ടം എന്താണ്, എന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് ആ ദൈവ പ്രസാദം പ്രാപിക്കുവാൻ ഇന്നു മുതൽ എഴുന്നേൽക്കുക. സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രന്മാരിൽ ആശ്രയിക്കരുതെന്ന് ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ആലോചന അറിയിക്കുകയാ. എന്നെ കേൾക്കുന്ന ചില ദൈവമക്കൾ, സോദരം, ചില മാനുഷിക ഹല്ലേലൂയ പ്രശ്നങ്ങളാൽ ഭാരപ്പെടുന്നു. അത് എന്തുകൊണ്ടാ? മനുഷ്യനിൽ ആശ്രയിക്കുവാൻ പോയത് കൊണ്ട്. എന്നാൽ ഇന്ന് പകൽക്കാലം ഒരു കാര്യം ഒരിക്കൽ കൂടി അറിയിക്കുകയാ. മനുഷ്യർക്ക് നമ്മെ സഹായിപ്പാൻ കഴിയത്തില്ല. ഒരു പരിധി വിട്ട് അവരുടെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും ചെയ്തു തരുവാൻ കഴിയത്തില്ല. അവർ മാറിപ്പോകേണ്ടവരാ. എന്നാൽ ദൈവം നിത്യനാ, ദൈവം വിശ്വസ്തനാ, ദൈവം മാറാത്തവനാ, വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാ. ഹല്ലേലൂയ. സോദരം, അപ്പൊ ഒരു കാര്യം ഓർത്തുകൊള്ളുക, നമ്മോട് കണക്ക് ചോദിക്കും. നാം കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. കണക്ക് കറക്റ്റ് ദൈവസന്നിധിയിൽ നിരത്തണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വിശ്വസ്തതയുണ്ടായിരിക്കണം. ഏതൊക്കെ വിഷയങ്ങളിൽ വിശ്വസ്ത പുലർത്തണമെന്ന് ഹല്ലേലൂയ ചില പോയിന്റുകൾ പറഞ്ഞ് ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത്തേത്, ഹല്ലേലൂയ, താലന്തുകൾ വ്യാപാരം ചെയ്യുന്നതിൽ നാം വിശ്വസ്തത പുലർത്തണം. നമുക്ക് വായിക്കാം. മത്തായി സുവിശേഷം 25-ാം അധ്യായം അതിന്റെ 14 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കുവാൻ സാധിക്കും. ഇത് കർത്താവ് പറഞ്ഞ ഒരു ഉപമയാ. ഈ ഉപമയിൽ കർത്താവ് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരു മനുഷ്യൻ പരദേശത്തേക്ക് പോയി. ആ വ്യക്തിക്ക് ദാസന്മാരുണ്ടായിരുന്നു. അവരെ വിളിച്ചിട്ട് തന്റെ കയ്യിലുള്ള സമ്പത്ത് അവർക്ക് പകുത്തു കൊടുക്കുന്ന ഒരു അനുഭവം നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു. ഒരു വ്യക്തിക്ക് 5 താലന്ത് കൊടുത്തു, ഒരു വ്യക്തിയെ വിളിച്ച് 2 കൊടുത്തു, ഒരു വ്യക്തിയെ വിളിച്ചു 1 താലന്ത് കൊടുക്കുവാനിടയായി തീർന്നു. എന്നിട്ട് ആ മനുഷ്യൻ, ആ സമ്പത്ത് ദാനം കൊടുത്ത ആ മനുഷ്യൻ പരദേശത്തേക്ക് പോകുവാനിടയായി തീർന്നു. എന്നാൽ ഈ താലന്ത് ലഭിച്ചവർ, 5 താലന്ത് ലഭിച്ചവർ 5 കൂടി നേടുവാനിടയായി. 2 താലന്ത് മേടിച്ചവർ 2 കൂടി നേടുവാനിടയായി. എന്നാൽ ഒരു താലന്ത് ലഭിച്ചവൻ അത് കുഴിച്ചിട്ടു. കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ മടങ്ങി വന്നിട്ട് താൻ കൊടുത്ത താലന്തുകളെ കുറിച്ച് കണക്ക് ചോദിച്ചു. 5 താലന്ത് ലഭിച്ചവൻ ഓടി സന്തോഷത്തോടെ ഈ മനുഷ്യന്റെ മുന്നിൽ നിന്ന് പറഞ്ഞു, എനിക്ക് 5 താലന്തല്ലോ തന്നത്, ഞാൻ 5 കൂടി നേടി. ഹല്ലേലൂയ. അപ്പോൾ 5 താലന്ത് 5 കൂടി നേടിയവനോട് ഒരു വാക്ക് ആ മനുഷ്യൻ പറയുവാനിടയായി തീർന്നു. നന്ന്, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ ഹല്ലേലൂയ വിശ്വസ്തനായിരുന്നു, നിന്നെ ഞാൻ അധികത്തിന് വിചാരകനാക്കും. ഇതുപോലെ 2 താലന്ത് ലഭിച്ചവൻ 2 കൂടി നേടി.
അവനോട് ഇപ്രകാരം പറഞ്ഞു, നന്ന് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും. എന്നിട്ട് 1 താലന്ത് ലഭിച്ചവൻ വന്നിട്ട് ഇപ്രകാരം പറഞ്ഞു, യജമാനനെ, നീ വിതയ്ക്കാത്തയിടത്ത് നിന്ന് കൊയ്യുകയും വിതറാത്തയിടത്ത് നിന്ന് ചേർക്കുകയും ചെയ്യുന്ന കഠിന മനുഷ്യനെന്ന് ഞാൻ അറിഞ്ഞ് ഭയപ്പെട്ട് ചെന്ന് നിന്റെ താലന്ത് നിലത്ത് മറച്ചു വെച്ചു. നിന്റേതിതാ, എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞു. അതിന് യജമാനൻ ഉത്തരം പറഞ്ഞത്, ദുഷ്ടനും മടിയനുമായ ദാസനെ, ഞാൻ വിതയ്ക്കാത്തയിടത്തുനിന്ന് കൊയ്യുകയും വിതറാത്തയിടത്തുനിന്ന് ചേർക്കുകയും ചെയ്യുന്നവനെന്ന് നീ അറിഞ്ഞുവല്ലോ. നീ എന്റെ ദ്രവ്യം പൊൻവാണിഭക്കാരെ ഏൽപ്പിക്കേണ്ടിയിരുന്നു. എന്നാൽ ഞാൻ വന്ന് എന്റേത് പലിശയോടുകൂടെ വാങ്ങിക്കൊള്ളുമായിരുന്നു. സ്വതന്ത്രം ആ താലന്ത് അവന്റെ പക്കൽ നിന്ന് എടുത്തിട്ട് 10 താലന്ത് ഉള്ളവന് കൊടുപ്പാനിടയായി തീർന്നു. സ്തോത്രം. ഇവിടെ ഹല്ലേലൂയ ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു ഉപമ നമുക്ക് കാണുവാൻ കഴിഞ്ഞു. താലന്തുകളെ ആമേൻ ഇവിടെ എടുത്തു കാണിക്കുന്നു. ദൈവം നമുക്ക് നൽകുന്ന കഴിവുകൾ, അതുപോലെ ദൈവം നമ്മുടെ കരത്തിൽ തന്നിരിക്കുന്ന നന്മകൾ, നമ്മുടെ സമയം, ഇതെല്ലാം താലന്തുകൾ ആമേൻ നമ്മെ വിളിച്ചറിയിക്കുക. താലന്തുകളെ എന്ന് പറയുമ്പോൾ ഇതൊക്കെയാണ് ദൈവം ഉദ്ദേശിച്ചിരിക്കുന്നത്. ഈ ഉപമയിലൂടെ ആമേൻ കർത്താവ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഈ താലന്തുകൾ ദൈവം ഒരുവന് നൽകിയത് വെറുതെയല്ല. സ്തോത്രം. നാം അതിന് പ്രാപ്തരാണെന്ന് തിരിച്ചറിഞ്ഞിട്ട കർത്താവ് അത് നൽകിയിരിക്കുന്നത്. നമുക്ക് നൽകിയിരിക്കുന്ന അവസരങ്ങൾ, കൃപകൾ, സമയങ്ങൾ സകലതും ആമേൻ ബുദ്ധിപൂർവം നാം വിനിയോഗിക്കണം. അത് ഇരട്ടിയാക്കണം. അല്ലാതെ 1 താലന്ത് ലഭിച്ചവനെ പോലെ കുഴിച്ചിടുന്നവരായി തീരരുത്. ഇന്നെന്നെ കേൾക്കുന്ന പ്രിയരെ, ദൈവം ഏൽപ്പിച്ചത് എന്തെങ്കിലും കുഴിച്ചിട്ടിട്ടുണ്ടെങ്കിൽ അതൊന്ന് പുറത്തെടുത്ത് വിശ്വസ്തയോടെ വ്യാപാരം ചെയ്യുക. നീ കുഴിച്ചിട്ടാൽ നിന്റേത് കൂടെ എടുത്ത് ആമേൻ 10 താലന്ത് ലഭിച്ചവനിലേക്ക് കൊടുക്കുവാനിടയായി തീരും. ഹല്ലേലൂയ. നമുക്ക് നൽകിയിരിക്കുന്ന സകല താലന്തുകളിലും ദൈവം നമ്മോട് കണക്ക് ചോദിക്കും. നിനക്ക് സമയം ലഭിച്ചിട്ട് ആ സമയം ദൈവത്തിന് വേണ്ടി ഉപയോഗിച്ചില്ലെങ്കിൽ ദൈവം കണക്ക് ചോദിപ്പാനിടയായി തീരും. ദൈവം ചില കഴിവുകൾ തന്നു, ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ചില കൃപകൾ തന്നു, ചില അവസരങ്ങൾ തന്നു എന്ന് നിനക്ക് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ അവസരമുണ്ടായിട്ട് അത് വിനിയോഗിച്ചില്ല എങ്കിൽ നമ്മോട് അതിനെല്ലാം കണക്ക് ചോദിക്കുമെന്ന് ഇന്ന് അറിഞ്ഞുകൊള്ളുക. അവസരം ലഭിച്ചിട്ട് അത് ചെയ്യാതിരുന്നാൽ നീ ദൈവസന്നിധിയിൽ കുറ്റക്കാരിയാണെന്ന് ഇന്ന് പകൽ അറിഞ്ഞുകൊള്ളുക. നിന്റെ ഇഷ്ടത്തിന്, എന്നെ കേൾക്കുന്നവരെ, നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യേണ്ടതല്ല ദൈവത്തിന്റെ വേല, ദൈവത്തിന്റെ ശുശ്രൂഷ. ദൈവം ഏൽപ്പിച്ചത് ദൈവത്തിന് ഇഷ്ടമുള്ള, ദൈവം ആഗ്രഹിക്കുന്ന സമയത്ത് നാം ചെയ്തെടുക്കണം. അതല്ല ഇന്ന് നിനക്ക് ഹല്ലേലൂയ സമയമില്ല, ഇന്ന് നിനക്ക് മനസ്സിനകത്ത് സുഖമില്ലെന്ന് പറഞ്ഞ് ശുശ്രൂഷകൾ എവിടെയെങ്കിലും ചെയ്യാതെ അതിനകത്ത് വിശ്വസ്തത പുലർത്താതെ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ കർത്താവ് കണക്ക് ചോദിക്കും. നീ കണക്ക് പറയുവാൻ ബാധ്യസ്ഥയാ. ഹല്ലേലൂയ. മറ്റ് പലവർക്കും അല്ലെങ്കിൽ മറ്റാർക്കോ കൊടുക്കേണ്ട അവസരം നിനക്കെടുത്ത് തന്നത് നീ അതിന് പ്രാപ്തനാണെന്നുള്ള ഉത്തമ ബോധ്യം കൊണ്ട് അത് മനസ്സിലാക്കാതെ നിന്റെ സമയത്തിന് ചെയ്യാം, നിന്റെ ഇഷ്ടത്തിന് ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നാൽ ഹല്ലേലൂയ നീ ഒരു വിളി കേൾക്കേണ്ടി വരും, ദുഷ്ടനും മടിയനുമായ ദാസനെ. എന്നാൽ ഇന്ന് പകൽ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന വിളിക്ക് യോഗ്യരായി തീരുവാൻ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവം ഏൽപ്പിച്ചത് എന്തെങ്കിലും വ്യാപാരം ചെയ്യാതെ കുഴിച്ച് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ചെന്ന് എടുക്കുക. എടുത്തിട്ട് അത് ദൈവരാജ്യത്തിന് വേണ്ടി ദൈവനാമ മഹത്വത്തിന് വേണ്ടി അതൊന്ന് വിനിയോഗിക്കുക, അതൊന്ന് വ്യാപാരം ചെയ്യുക. നീ എഴുന്നേറ്റാൽ നിന്നിലൂടെ അത്ഭുതം നടക്കുമെന്നുള്ള ഉത്തമ ബോധ്യം നമുക്കില്ലെങ്കിലും നമ്മുടെ മേൽ ആ ബോധ്യം ദൈവത്തിനുണ്ട്. അതുകൊണ്ടല്ലേ ആ വ്യക്തിക്ക് 5 താലന്ത് കൊടുത്തത്, 2 കൊടുത്തത്.
ഹല്ലേലൂയ. ദൈവം എല്ലാവർക്കും എല്ലാ കൃപകളും നൽകത്തില്ല. ദൈവത്തിനറിയാം ഇവൻ അല്ലെങ്കിൽ ഇവൾ എന്തായി തീരുമെന്ന്. സ്തോത്രം. ആ 1 താലന്ത് കൊടുത്തവൻ അത് കുഴിച്ചിടുമെന്ന് അറിഞ്ഞിട്ട് തന്നെയാകണം ആ 1 താലന്ത് കൊടുത്തത്. അല്ലെങ്കിൽ 5 താലന്ത് അവന്റെ കയ്യിൽ കൊടുത്തിരുന്നില്ല, 5ഉം അവൻ കുഴിച്ചിട്ടേനെ. ഹല്ലേലൂയ. ഇന്ന് കൃപകൾ പെരുകുമ്പോൾ ഒരു കാര്യം ഓർക്കുക, അത് പൊതു പ്രയോജനത്തിനാ, ദേശത്തിന്റെ വിടുതലിനാ, രാജ്യങ്ങളുടെ വിടുതലിനാ, ദൈവനാമം മഹത്വം എടുക്കുവാനാ. അത് തിരിച്ചറിയാതെ നിന്റെ സമയത്തിന് നിന്റെ ഇഷ്ടത്തിന് ചെയ്യുവാനുള്ളതല്ല ദൈവത്തിന്റെ വേല. ഹല്ലേലൂയ. അതുപോലെ പ്രാർത്ഥനയും ദൈവം നൽകുന്ന അവസരങ്ങളൊന്നും നമ്മുടെ ഇഷ്ടത്തിന് വിനിയോഗിക്കുവാനുള്ളതല്ല. ഇന്ന് സമയം കിട്ടിയിട്ട് പ്രാർത്ഥിക്കാതിരിക്കുന്നത് പോലും ദൈവസന്നിധിയിൽ പാപമാണെന്ന് ഓർത്തുകൊള്ളുക. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ ചെന്ന് നിൽക്കുമ്പോൾ ഇതെല്ലാം എണ്ണി എണ്ണി ദൈവം നമ്മോട് കണക്ക് ചോദിക്കും. അപ്പോൾ അത് കറക്റ്റ് തിരിച്ച് പറയണമെങ്കിൽ നമ്മുടെ കരം ബലപ്പെട്ടിരിക്കണം. നമുക്ക് തിരിച്ചു പറയുവാൻ എന്തെങ്കിലും മറുപടി ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. എല്ലാറ്റിനും ദൈവം കണക്ക് ചോദിപ്പാനിടയായി തീരും. നാം എല്ലാവരും ആരാധിക്കുന്നവരാ, പ്രാർത്ഥിക്കുന്നവരാ, അഭിഷേകം പ്രാപിച്ച് കൃപയിൽ നിൽക്കുന്നവരാ. ഇന്ന് നമ്മെ ആക്കി വെച്ചിരിക്കുന്ന സ്ഥാനത്ത് നാം എങ്ങനെ നിൽക്കുന്നു, നാം എങ്ങനെ പ്രയോജനപ്പെടുന്നു, എങ്ങനെ ജീവിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാ സ്വർഗത്തിൽ നമുക്ക് സ്ഥാനമാനങ്ങൾ, അനുഗ്രഹങ്ങൾ ദൈവം നൽകുന്നത്. ഈ ലോകത്ത് നീ മടിയനായി, അലസനായി, ഹല്ലേലൂയ, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത രീതിയിൽ നടന്നാൽ നിന്നെ നോക്കി ദുഷ്ടനും മടിയനുമായ ദാസനെ എന്ന് വിളിക്കുവാൻ ഇടയായി തീരും. എന്നാൽ 5 താലന്ത് ലഭിച്ചവൻ അത് കയ്യിൽ ലഭിച്ചപ്പോൾ മുതൽ 5 കൂടെ നേടിയെടുക്കുവാൻ തത്രപ്പാടോടെ അവൻ പ്രയോജനപ്പെടുവാനിടയായി തീർന്നു. അവൻ വിശ്രമിച്ചില്ല. അവൻ വിശ്രമിക്കുവാൻ സമയം മാറ്റിവെച്ചെങ്കിൽ അവന് 5 താലന്തോടെ നേടുവാൻ കഴിയത്തില്ലായിരുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് ഈ ഉപമ നമ്മോട് ഇടപെടുമ്പോൾ ഹല്ലേലൂയ, ഏൽപ്പിച്ചത് അത് പ്രാർത്ഥനാപരമാകട്ടെ, ഒരാളെ ആശ്വസിപ്പിക്കുവാനുള്ള വരമാകട്ടെ, ഒരാളെ ചേർത്ത് പിടിക്കുവാനുള്ള വരമാകട്ടെ, അല്ലെങ്കിൽ ഒരു നേരം സഹായിക്കുന്ന കൃപയാകട്ടെ, അതെല്ലാം വിശ്വസ്തയോടെ ചെയ്യുക. ഹല്ലേലൂയ. ചെറുതും വലുതുമായ കാര്യങ്ങളിലെല്ലാം ദൈവം കണക്ക് ചോദിക്കും. നാം കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ഈ ലോകത്ത് നാം എങ്ങനെയായിരിക്കുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാ നമുക്ക് സ്വർഗത്തിലേക്ക് ഒരു പ്രമോഷൻ ലഭിക്കുന്നത്. സ്വർഗരാജ്യത്തിലേക്ക് നമുക്ക് പ്രമോഷൻ വേണമെങ്കിൽ ഇവിടെ അതിനുതകുന്ന രീതിയിൽ നാം ജീവിക്കുക. ഈ ലോകത്തിൽ എങ്ങനെയാണോ അതിനനുസരിച്ച് മാത്രമായിരിക്കും സ്വർഗത്തിൽ നമുക്ക് ഹല്ലേലൂയ നിക്ഷേപമുണ്ടായിരിക്കുക. വരും കാലത്തേക്ക് ഇന്ന് തന്നെ നല്ലൊരു അടിസ്ഥാനമിട്ട് മുന്നേറണമെന്ന് ദൈവാത്മാവ് നമ്മോട് ആലോചന പറയുക. സ്വർഗത്തിൽ പോയിട്ട് നന്നാകാം എന്നുള്ള ചിന്താഗതിയെല്ലാം മാറ്റിവെച്ച്, കർത്താവേ ഞാനിതൊന്നും അറിഞ്ഞില്ല, ഇതോ ഇങ്ങനെയൊക്കെ ആയിരുന്നോ എന്ന് അപ്പോൾ ചിന്തിച്ച് ക്രമീകരിക്കാമെന്ന് വിചാരിക്കണ്ട. കർത്താവ് വരുന്ന സമയം പറഞ്ഞെങ്കിൽ നമ്മളിൽ പലവരും കർത്താവ് നാളെ 10 മണിക്കാണ് വരുന്നെന്ന് പറഞ്ഞാൽ നാം 9:59 ക്രമീകരിച്ച് ഇരിക്കുന്നവരായി തീരും. അത് മനസ്സിലാക്കിയിട്ട കർത്താവ് പറഞ്ഞത്. ഹല്ലേലൂയ. ഞാൻ കള്ളനെ പോലെ വരും, ഏതു നാഴികയ്ക്ക് നിന്റെ അടുക്കൽ വരുമെന്ന് നീ അറിയത്തില്ല. ആകയാൽ എഴുന്നേറ്റ് ഉണർന്നിരിക്കുക, ഉണർവുള്ളവനായിരിക്കുക. സ്വോത്ര. ഒരു കള്ളൻ ഭവനത്തിൽ കയറി വന്നാൽ സകലത എടുത്തുകൊണ്ട് പോയതിനു ശേഷമേ നാം അറിയത്തുള്ളൂ. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അപ്രകാരം സംഭവിക്കരുത്. നമുക്കൊരു പ്രൊമോഷൻ ഉണ്ട്. ഹല്ലേലൂയ. ദൈവസന്നിധിയിലേക്ക് നമ്മെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ദൈവമുണ്ട്.
പ്രിയ, എന്നെ കേൾക്കുന്ന പ്രിയരെ, ഇന്ന് അനുഭവിക്കുന്ന നിരാശകളുണ്ടല്ലോ, ഈ ഭാരങ്ങളുണ്ടല്ലോ, ഈ ദുഃഖങ്ങളുണ്ടല്ലോ, ഇതൊന്നും നിലനിൽക്കുന്നതല്ല. ഇതിൽ നിന്നെല്ലാം നീ പുറത്തു വരാൻ പോകുക. ഇതിൽ നിന്നെല്ലാം പൂർണ്ണ ജയം പ്രാപിക്കാൻ പോകുക. ഇപ്പോൾ മുന്നോട്ട് വിടാത്ത ദുഃഖങ്ങൾക്കും ഭാരങ്ങൾക്കും പ്രയാസങ്ങൾക്കും പ്രതിസന്ധികൾക്കും അപ്പുറത്തൊരു നിത്യതയുണ്ട്, നിത്യ സന്തോഷമുണ്ട്, നിത്യ ആനന്ദമുണ്ട്. ഒരുപക്ഷെ ഇന്ന് ഈ ലോകത്തിലെ സന്തോഷം സമാധാനം ശത്രുവിന് എടുത്തു കളയാം. എന്നാൽ നിത്യതയിൽ നിനക്ക് വേണ്ടി ഒരുക്കി വെച്ച സൗഭാഗ്യങ്ങളൊന്നും ശത്രുവിന് തൊടുവാൻ കഴിയത്തില്ല. അത് നിന്റെ അവകാശമാ. അത് നിനക്ക് വേണ്ടി ദൈവം മാറ്റിവെച്ചിരിക്കുന്നതാ. അത് പ്രാപിക്കുവാൻ എഴുന്നേൽക്കുക, അത് നേടുവാൻ വേണ്ടി എഴുന്നേൽക്കുക. നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന വിളിക്ക് യോഗ്യരായി തീരുക. അല്പത്തിൽ വിശ്വസ്തരായിരിക്കുക, എന്നാൽ അധികത്തിലേക്ക് കർത്താവ് പ്രവേശിപ്പിക്കും. ഇന്ന് അല്പത്തിൽ നിൽക്കുന്നവരെ കർത്താവ് ചില അധികങ്ങളിലേക്ക് എഴുന്നേൽപ്പിക്കാൻ പോവുക. വിശ്വസിക്കുന്നവർ ചേർന്ന് ആമേൻ പറഞ്ഞാട്ടെ. ഇത് ജീവന്റെ വചനമാ. ഇത് തുളച്ചു കയറി ഹല്ലേലൂയ എത്തേണ്ട മേഖലകളിൽ എത്തുവാനിടയായി തീരും. ഇത് നശിച്ചു പോകുന്നതല്ല. ഇത് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ആമേൻ വെളിപ്പെടുന്ന ആമേൻ വലിയ അത്ഭുത ശക്തിയാ. ഇന്ന് ഈ വചനം വിശ്വസിക്കുന്നവരെ കർത്താവ് ചില അത്ഭുതങ്ങൾ കാണിക്കും. യേശുവിന്റെ നാമത്തിൽ അപ്രകാരം സംഭവിക്കുന്നതിനായി സ്തോത്രം, സ്തോത്രം. നമ്മുടെ ദൈവം നമ്മെ അല്പം കൊണ്ടും അധികം കൊണ്ട് അനുഗ്രഹിക്കുന്ന ദൈവമാ. അങ്ങനെയെങ്കിൽ നാം അല്പത്തിലും അധികത്തിലും ഹല്ലേലൂയ വിശ്വസ്തത കാണിക്കണം. ഇത് കുറച്ചല്ലേ ഉള്ളൂ, അല്ലെങ്കിൽ അല്പമല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് നാം അവിശ്വസ്തരായി മാറിയാൽ നമ്മുടെ മുമ്പിൽ ഒരു വർധനവുണ്ട്. അതിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഇന്ന് നാം തന്നെ ദൈവസന്നിധിയിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. അടുത്തത്, നാം കണക്ക് പറയേണ്ട, അതുപോലെ നാം വിശ്വസ്തത പുലർത്തേണ്ട ഒരു മേഖലയാണ് നമ്മുടെ വാക്കുകളിൽ. സ്തോത്രം. മത്തായി സുവിശേഷം 12-ാം അധ്യായം അതിന്റെ 35, 36, 37 വാക്യങ്ങൾ വായിക്കുമ്പോൾ, നല്ല മനുഷ്യൻ തന്റെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നല്ലത് പുറപ്പെടുവിക്കുന്നു, ദുഷ്ടമനുഷ്യൻ ദുർനിക്ഷേപത്തിൽ നിന്ന് തീയത് പുറപ്പെടുവിക്കുന്നു. എന്നാൽ മനുഷ്യൻ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നിന്റെ വാക്കുകളാൽ നീതീകരിക്കപ്പെടുകയും നിന്റെ വാക്കുകളാൽ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും. സ്തോത്രം. അടുത്തത്, വിശ്വസ്തത പുലർത്തേണ്ട നമ്മുടെ വാക്കുകളിലാ. നാം കണക്ക് പറയേണ്ടുന്ന മേഖല എവിടെയാ? നമ്മുടെ വായിൽ നിന്ന് പുറത്തു വരുന്ന വാക്കുകളിൽ. സ്തോത്രം. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ ഒന്ന് ചിന്തിച്ചേ. കഴിഞ്ഞ നിമിഷം വരെ പറഞ്ഞു കൂട്ടിയത്, ആമേ വിളിച്ച് പറഞ്ഞത്, ദേഷ്യം വന്നപ്പോൾ, പക വന്നപ്പോൾ, നിരാശ വന്നപ്പോൾ, പിറുപിറുപ്പ് വന്നപ്പോൾ വിളിച്ച് പറഞ്ഞ വാക്കുകളെ ഒന്ന് എടുത്തു നോക്കിക്കേ. കണക്ക് പറഞ്ഞ് നാം എല്ലാം ഒരു പരുവമായി തീരും. സ്തോത്രം. ഇവിടെ പറയുന്നു നോക്കിക്കേ, മനുഷ്യൻ പറയുന്ന ഏത് നിസാര വാക്കിനും. അതുകൊണ്ടാ കർത്താവ് പറഞ്ഞത്, നിങ്ങളുടെ വാക്കുകൾ ഉവ് അല്ലെങ്കിൽ ഇല്ല, ഇതിൽ അധികമായി ദുഷ്ടനിൽ നിന്ന് വരുന്നു. സ്തോത്രം. ഏത് നിസ്സാര വാക്കിനും ദൈവത്തോട് നാം കണക്ക് പറയേണ്ടി വരും. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്ന് നാം വിളിച്ച് പറയുന്നത്, സ്തോത്രം, ഓരോരോ നിമിഷങ്ങളിൽ നമുക്ക് തോന്നുന്നത് നാം പറയുന്നത് എന്തൊക്കെയാണെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കുക. ഒരുവന്റെ സംസാരം ശ്രദ്ധിച്ചാൽ അറിയാം അവൻ ആത്മീകനാണോ അതോ ജഡീകനാണോ എന്ന്. ഒരു പരിധി വരെയൊക്കെ അഭിനയിക്കാം, കപടഭക്തിയൊക്കെ ചെയ്യാം. എന്നാൽ വചനം പറയുന്നു, ഹൃദയം നിറഞ്ഞ് കവിയുന്നത് വാ പ്രസ്താവിച്ചിരിക്കും. കപടഭക്തിക്കാർക്കും കപടവേഷം കെട്ടുന്നവർക്കൊന്നും അധിക നാൾ പിടിച്ചു നിൽക്കുവാൻ കഴിയത്തില്ല. നമ്മുടെ വാക്കുകളാൽ നാം നീതീകരിക്കപ്പെടുകയും നമ്മുടെ വാക്കുകളാൽ നാം കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും. നിസാര വാക്കിനു പോലും നാം കണക്ക് പറയേണ്ടി വരും.
തമാശകൾ പറയുമ്പോഴും ഹാലേലിയ ജഡികമായ വർത്തമാനങ്ങൾ പറയുമ്പോൾ ഓർത്തുകൊള്ളുക, ഇതിനൊക്കെ നാം തിരിച്ച് ദൈവസന്നിധിയിൽ കണക്ക് ബോധിപ്പിക്കേണ്ടവരാ. സ്വത്രം, നമ്മോടൊരു കാര്യം ഒരാൾ ചോദിച്ചാൽ, അല്ലെങ്കിൽ നമ്മോടൊരു കാര്യം ചെയ്താൽ നമുക്ക് മറുപടി പറയാതിരിക്കുവാൻ കഴിയത്തില്ല. അത് എന്തുകൊണ്ടാ? നീ രക്തത്താൽ വിടിവിക്കപ്പെടാത്തത് കൊണ്ടാ. നുരഞ്ഞു പൊങ്ങുന്ന പക, കോപം നിന്നിലുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം നിന്നെ തന്നെ ഒന്ന് ക്രമീകരിച്ചു കൊള്ളുക. നിന്നെ തന്നെ ദൈവസന്നിധിയിൽ ഒന്ന് ഓപ്പറേഷൻ ചെയ്യാൻ ഏൽപ്പിച്ചു കൊള്ളുക. ഓപ്പറേഷൻ ചെയ്യുമ്പോൾ കുറച്ച് വേദനയുണ്ടെങ്കിലും അത് നിത്യതയിലേക്കുള്ള പ്രമോഷന് വേണ്ടിയാ. സ്തോത്രം, ഹല്ലേലൂയ. അത് നിന്നെ നശിപ്പിക്കുവാനല്ല, പണിതെടുക്കുവാനാ. വാക്കുകളിൽ വിശ്വസ്തത പുലർത്തുക. ആമേൻ. ഒരു കാര്യം ഏറ്റെടുത്താൽ അത് ചെയ്യുവാൻ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. സ്തോത്രം, ഹല്ലേലൂയ. ഏതെങ്കിലും മേഖല വിശ്വസ്തത പുലർത്തുവാൻ കഴിയാതെ പോയെങ്കിൽ ഇന്നൊന്ന് മടങ്ങി വരട്ടെ. വാക്ക് പറഞ്ഞിട്ട് വാക്ക് പാലിക്കുവാൻ കഴിയാതെ പോയെങ്കിൽ ദൈവസന്നിധിയിൽ നമ്മെ തന്നെ ഒന്ന് സമർപ്പിച്ച് ക്രമീകരിക്കുക. പാലിക്കുവാൻ പറ്റാത്തതൊന്നും ഏറ്റെടുക്കാതെ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ദൈവത്തിന് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കുവാൻ, ദൈവത്തിന് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കുവാൻ നമ്മെ തന്നെ ഏൽപ്പിക്കുക. സഹോദരം, ഓരോരോ സമയത്ത് നമുക്ക് തോന്നുന്ന രീതിയിൽ വാക്കുകൾ കൊണ്ട് അമ്മാനമാടുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. നമ്മെ വിളിച്ചത് ഉന്നത വിളി കൊണ്ടാ, സ്വർഗീയ വിളി കൊണ്ടാ, ശ്രേഷ്ഠമായ വിളി കൊണ്ടാ. ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകും പ്രിയരെ, എന്നാൽ ദൈവേഷ്ടം ചെയ്യുന്നവൻ എന്നേക്കും നിലനിൽക്കും. സ്തോത്രം. എഫെസ്യ ലേഖനത്തിൽ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതിന്റെ 4-ാം അധ്യായം 3 മുതൽ, ദുർനടപ്പും യാതൊരു അശുദ്ധിയും അത്യാഗ്രഹവും നിങ്ങളുടെ ഇടയിൽ പേർ പറയുക പോലും അരുത്. അങ്ങനെയാകുന്ന വിശുദ്ധന്മാർക്ക് ഉചിതം. ചീത്തത്തരം, പൊട്ടച്ചൊൽ, കളിവാക്ക്, ഇങ്ങനെ ചേർച്ചയല്ലാത്ത ഒന്നും അരുത്. സ്തോത്രമത്രേ വരേണ്ടത്. ഹല്ലേലൂയ. ഇതാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. കാരണം ദൈവം കർത്താവായ ക്രിസ്തു യേശുവിനെ നിയോഗിച്ച് ഈ ലോകത്തിൽ അയച്ചത് ആ ദൈവത്തിന്റെ വേല തികയ്ക്കുവാനാ. അത് തികയ്ക്കുവാൻ നമ്മുടെ കർത്താവിന് കഴിഞ്ഞത് എങ്ങനെയാ? ഹാലലൂയ. ദൈവത്തിന്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞ് അതിനുവേണ്ടി പ്രയോജനപ്പെട്ടത് കൊണ്ടാ ഇന്ന് നാം ചെയ്യുന്നത്. നമ്മുടെ ഇഷ്ടത്തിനാ, നമ്മുടെ ഇച്ഛയ്ക്കാ, നമ്മുടെ സമയത്തിനാ. അതുകൊണ്ടാ നമുക്ക് പലതും തികയ്ക്കുവാൻ കഴിയാതെ പോകുന്നത്. ആ ക്രിസ്തുവിനെ ആക്കി വെച്ച സ്ഥാനത്താ ദൈവം നമ്മെ ഓരോരുത്തരെയും ഇന്ന് പകൽക്കാലം ആക്കി വെച്ചിരിക്കുന്നതെന്ന് ഓർത്തുകൊള്ളുക. ക്രിസ്തുവിന്റെ സ്വഭാവം നമ്മളിൽ വെളിപ്പെടുന്നുണ്ടോ? നാം നിൽക്കുന്ന മേഖല ക്രിസ്തുവിന്റെ സ്വഭാവം വെളിപ്പെടുന്നുണ്ടോ? ഇല്ല എങ്കിൽ സ്തോത്രം, നമ്മെ ദുഷ്ടനും മടിയനുമായ ദാസനെ എന്നൊരു വിളി നമ്മെ കാത്തിരിപ്പുണ്ടെന്ന് മറന്നു കളയല്ലേ. ഹല്ലേലൂയ. യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുകയാ. ഇന്ന് പകൽക്കാല ശത്രു നമ്മെ നോക്കി കുറ്റം വിധിക്കുവാൻ ഇടയാകരുത്. നാം പുറത്തു വരണം. വാക്കുകളിൽ കുരുക്കുന്ന ശത്രുവിന്റെ സർവ മണ്ഡലങ്ങളും നാം പുറത്തു വരണം. നിയന്ത്രിക്കുവാൻ കഴിയാത്ത മേഖലകളുണ്ടെങ്കിൽ ഇന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവ് നമ്മെ പണിയുന്ന ദിനങ്ങളാ. കർത്താവ് നമ്മെ പണിതെടുക്കുന്ന ദിനങ്ങളാ. അനുഗ്രഹത്തിന്റെ നീ വാലല്ല തലയാകുമെന്ന് പറയുമ്പോൾ അത് ഏറ്റെടുക്കുവാൻ അനേകരുണ്ടാകും. എന്ന ചില പ്രതിസന്ധികൾ വരുമ്പോൾ ആ വചനം പോലും സകലരും മറന്നുപോകും. എന്നാൽ ഇപ്രകാരമുള്ള വചനം നമ്മോട് ഇടപെടുമ്പോൾ ഒരു കാര്യം ഓർക്കുക. ഇത് കേൾക്കുവാൻ അധികമാരും കടന്നു വരത്തില്ല. എങ്കിലും സാരമില്ല. ഇത് ദൈവത്തിന് ഇഷ്ടമുള്ളവർ കേൾക്കുവാനിടയായിത്തീരും. ഇത് കേൾക്കുന്നവർ ക്രമീകരിപ്പാനിടയായിത്തീരും. ഈ വചനം പറയുമ്പോൾ അത് എന്നോടുകൂടെയാ. ഞാൻ പൂർണ്ണതയായി എന്നുള്ള ഒരു ഭാവത്തിലല്ല ഇവിടെ നിന്ന് പ്രസംഗിക്കുന്നത്. പൂർണ്ണയാകുവാൻ വേണ്ടി ഞാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാ. അതിന് എന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയാ. അങ്ങനെയെങ്കിൽ
എന്നെ കേൾക്കുന്ന പ്രിയരെ, നാം വാക്കുകളിൽ വിശ്വസ്തയായിരിക്കുക. വാക്കുകളാൽ നാം നീതീകരിക്കപ്പെടണം. സ്തോത്രം. നമ്മുടെ സംസാരങ്ങൾ ദൈവനാമഹത്വത്തിന് വേണ്ടിയുള്ളതാകട്ടെ, കൃപയോടുകൂടിയതാകട്ടെ, ഉപ്പിനാൽ രുചി വരുത്തുന്നതാകട്ടെ, മറ്റുള്ളവർ കേൾക്കുമ്പോൾ അവർക്കൊരു ആത്മീക വർധനവയ്ക്ക് കാരണമായി തീരട്ടെ. അതല്ലാതെ അവരുടെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തുന്ന രീതിയിലുള്ള വാക്കുകൾ നമ്മുടെ നാവിൽ നിന്ന് പുറപ്പെടരുത്. അത് ദുഷ്ടനിൽ നിന്ന് വരുന്നു എന്ന് ഇന്ന് പകൽ തിരിച്ചറിയുക. ഹല്ലേലൂയ. ഇവിടെ രണ്ട് നിക്ഷേപങ്ങളെ ഈ വാക്കുകളിൽ വചനം നമ്മെ പഠിപ്പിക്കുന്നു. നല്ല നിക്ഷേപം, ദുർനിക്ഷേപം. ഇന്ന് പകൽ നമ്മുടെ ജീവിതത്തിൽ നല്ലതാണോ നാം നിക്ഷേപിച്ചിരിക്കുന്നത്, അതോ ദുർനിക്ഷേപമാണോ എന്ന് ഒന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും പ്രിയരെ. ഹല്ലേലൂയ. അടുത്തത് ഞാൻ വേഗത്തിൽ പോകുന്നു. മൂന്നാമത്തെ സ്തോത്രം കാര്യത്തിൽ നാം വിശ്വസ്ത പുലർത്തേണ്ടത് എവിടെയാണെന്ന് ചോദിച്ചാൽ, നമ്മുടെ കൂട്ടുവിശ്വാസികളുടെ ആത്മീക വർധനയ്ക്ക് നാം ഒരു തടസ്സമാകരുത്. സ്തോത്രം. മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കൂടെ ഭവനത്തിലാകട്ടെ, ചർച്ചിലാകട്ടെ, ദേശത്താകട്ടെ, നാം ആർക്കും ഒരു തടസ്സമാകരുത്. സ്തോത്രം. നാം ആരുടെയും നന്മയ്ക്ക്, സമാധാനത്തിന്, സ്വസ്ഥതയ്ക്ക് നാം തടസ്സമാകരുത്. ഹല്ലേലൂയ. റോമാലേഖനം 14-ാം അധ്യായം അതിന്റെ 10-12 വാക്യങ്ങളിൽ നമുക്കത് വ്യക്തമായിട്ട് കാണുവാൻ കഴിയുന്നു. റോമാലേഖനം 14-ാം അധ്യായം അതിന്റെ 10, 11, 12. നീ സഹോദരനെ വിധിക്കുന്നത് എന്ത്? അല്ല, നീ സഹോദരനെ ധിക്കരിക്കുന്നത് എന്ത്? നാം എല്ലാവരും ദൈവത്തിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരും. എന്നാണ് എന്റെ മുമ്പിൽ എല്ലാ മുഴങ്കാലും മടങ്ങും, എല്ലാ നാവും ദൈവത്തെ സ്തുതിക്കുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ആകയാൽ നമ്മിൽ ഓരോരുത്തൻ ദൈവത്തോട് കടക്ക് ബോധിപ്പിക്കേണ്ടി വരും. സ്തോത്രം. അങ്ങനെയെങ്കിൽ ഫിലിപ്പിയ ലേഖനത്തിൽ പറയുന്നുണ്ട്, ഓരോരുത്തരും സ്വന്തം ഗുണമല്ല മറ്റുള്ളവന്റെ ഗുണം കൂടി നോക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. പരസ്പരം ബഹുമാനിക്കണം, പരസ്പരം കൈക്കൊള്ളണമെന്നെല്ലാം ഫിലിപ്പിയ ലേഖനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നാം ആർക്കും ഒരു തടസ്സമാകരുത്. നമ്മുടെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നാം ആരെങ്കിലും ധിക്കരിക്കുകയോ അവർക്കൊരു തടസ്സമായി നിൽക്കുന്നോ ഉണ്ടെങ്കിൽ അതിന്ന് പകൽ നാം ഉപേക്ഷിക്കണം. സോദരൻ, നാം മറ്റുള്ളവരെ കൈക്കൊള്ളുന്നവരാകണം, മറ്റുള്ളവരെ ചേർത്ത് പിടിക്കുന്നവരാകണം. സ്വന്തം ഗുണം മാത്രമല്ല, മറ്റുള്ളവന്റെ ഗുണം കൂടെ നോക്കുന്നവരാകണം. ഇന്ന് അതിനെവിടാ സമയം അല്ലേ പ്രിയരെ? നമ്മുടെ വിഷയം കഴിഞ്ഞിട്ട് വേണ്ടേ മറ്റുള്ളവന്റെ വിഷയത്തിലേക്ക് ഒന്ന് സ്റ്റെപ്പ് വെക്കുവാൻ? അത് ദൈവം ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ സമയമില്ലാത്തവർ മറ്റുള്ളവർക്ക് തടസ്സമായി നിൽക്കരുത്. സ്വത്രം. ഇന്ന് കൂട്ടുവിശ്വാസികളെ, കൂട്ടുപ്രവർത്തകരെ ഒതുക്കുന്ന കാലഘട്ടങ്ങളിലാണ് നാം ആയിരിക്കുന്നത്. ജോലി മേഖലകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചേ. സ്വത്രം. മുന്നോട്ട് വിടത്തില്ല. എപ്രകാരം ഒതുക്കുവാൻ പറ്റും അതുപോലെയൊക്കെ നോക്കുന്ന ലോകത്തിലാണ് നാം നിൽക്കുന്നത്. അങ്ങനെ ഇന്ന് ആർക്കെങ്കിലും ഏതെങ്കിലും മേഖലയിൽ എന്നെ കേൾക്കുന്നവരെ നാം ഒരു തടസ്സമായിട്ടുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ നാം സമർപ്പിക്കുക, മടങ്ങി വരിക. ദൈവം നമ്മോട് കണക്ക് ചോദിപ്പാനിടയായിത്തീരും. ഗലാത്യ ലേഖനം 6:10 പറയുന്നു, അവസരം കിട്ടും പോലെ നന്മ ചെയ്യുക. വിശേഷാൽ സഹവിശ്വാസികൾക്ക്, കൂട്ടുവിശ്വാസികൾക്ക് നന്മ ചെയ്യുക. നന്മ ചെയ്യുന്നതിൽ നാം അടുത്തു പോകരുത്. നന്മ ചെയ്യുമ്പോൾ നാം അടുക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, നാം നന്മ ചെയ്തിട്ട് അവരിൽ നിന്ന് എന്തൊക്കെയോ പ്രതീക്ഷിക്കുകയാ. അതുകൊണ്ടാണ് നമുക്ക് മടുപ്പ് വരുന്നത്. എന്നാൽ പ്രതീക്ഷിക്കാതെ, ലാഭം പ്രതീക്ഷിക്കാതെ, ഒരു പ്രശംസ വാക്കുപോലും പ്രതീക്ഷിക്കാതെ നീ നന്മ ചെയ്യുവാനും തുടങ്ങിക്കേ, മടുപ്പ് വരത്തില്ല. അങ്ങനെയെങ്കിൽ നമ്മുടെ കർത്താവ് എന്നേ മടുത്ത് ആ ദൗത്യം മാറ്റിവെച്ചു പോയേനെ. ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിച്ചത് ഒന്നും പ്രതീക്ഷിച്ചിട്ടില്ല.
ഇവർ വിടുവിക്കപ്പെടുമെന്നുള്ള ഉത്തമ വിശ്വാസം മാത്രമേ നമ്മുടെ കർത്താവിനുണ്ടായിരുന്നുള്ളൂ. ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകി തന്ന നന്മകൾക്കൊക്കെ എന്ത് പകരം കൊടുത്താൽ മതിയാകും? സ്വതന്ത്രം. ദൈവ സ്നേഹത്തിന് തുല്യം വെക്കുവാൻ ഒന്നുമില്ല, ഒരു സ്നേഹമില്ല, ഒരു നന്മയും നാം ഇതുവരെ കണ്ടിട്ടുമില്ല, ഇനി കാണുവാനുമില്ല. അങ്ങനെയെങ്കിൽ ആ ദൈവം നമ്മെ സ്നേഹിച്ചതുപോലെ ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചില്ലേ? അതുപോലെ നാം മറ്റുള്ളവരെ സ്നേഹിക്കുക, അവർക്ക് വേണ്ടി കരുതുക. അതല്ലാതെ അവരുടെ മുമ്പിൽ ഒന്നിനും തടസ്സമായി നിൽക്കരുത്. നന്മ പ്രാപിക്കുന്നവരെ നന്മയിലേക്ക് വിടുക. നാമായിട്ട് ആർക്കും ഒരു തടങ്കൽ പാറയാകരുത്. അങ്ങനെയായാൽ നാം കണക്ക് പറയേണ്ടുന്ന ദിവസം വരും. നാം ഓരോരുത്തർ ന്യായാസനത്തിന് മുമ്പിൽ ചെന്ന് നിൽക്കേണ്ടി വരും. അടുത്തത്, നാം വിശ്വസ്തത പുലർത്തേണ്ടത് നമ്മുടെ കൂട്ടുവിശ്വാസികളുടെ നമ്മെ ആക്കി വെക്കുന്ന ജോലിയാകട്ടെ എവിടെയുമാകട്ടെ അവിടെ നാം വിശ്വസ്തയോടെ ഇരിക്കണം. ഹല്ലേലൂയ. കർത്താവ് നമ്മോട് കണക്ക് ചോദിക്കും. അടുത്തത്, ഏൽപ്പിക്കപ്പെട്ട ആത്മാക്കളെ ജാഗരിക്കുന്നതിൽ നാം വിശ്വസ്ത പുലർത്തണം. ഹല്ലേലൂയ. അതായത് ദൈവത്തിന്റെ ഹിതപ്രകാരം നമ്മെ വിളിച്ച് വേർതിരിച്ച നമ്മളിലൂടെ വിടുവിക്കപ്പെട്ട ദൈവജനമില്ലേ? സ്വതന്ത്രം. എബ്രായർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 17-ാം വാക്യം പറയുന്നു, നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിപ്പീൻ, അവർ കണക്ക് ബോധിപ്പിക്കേണ്ടുന്നവരാകിയാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിച്ചിരിക്കുന്നു. അതെ, നമ്മുടെ ആത്മാക്കൾക്ക് വേണ്ടി നാം കണക്ക് പറയേണ്ടുന്നവരാ. സ്വതന്ത്രം. നമ്മെ ദൈവവേലയ്ക്ക് ആക്കി വെച്ച നിമിഷം മുതൽ ഇന്ന് വരെ നമ്മളിലൂടെ വിടുവിക്കപ്പെട്ടവർക്ക് വേണ്ടി നാം കണക്ക് പറയേണ്ടുന്ന വരുന്ന ഒരു അവസരമുണ്ട്. അതുകൊണ്ട് ആത്മാക്കൾക്ക് വേണ്ടി കരുതുന്നതിൽ, ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിക്കുന്നതിൽ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ, അവർക്ക് വേണ്ടി പ്രയോജനപ്പെടുന്നതിൽ നാം വിശ്വസ്തത പുലർത്തുക. ഹല്ലേലൂയ. കണക്ക് പറയുവാൻ നാം ഒരുങ്ങിയിരിക്കുക. സ്വതന്ത്രം. അതുപോലെ വിശ്വാസികൾക്കും ഒരു ഉത്തരവാദിത്വമുണ്ട്. കണക്ക് ബോധിപ്പിക്കുന്നവർക്ക് കീഴടങ്ങിയിരിക്കണം. അവർക്ക് ഭാരം വരുത്തരുത്. അവർ അത് ഞെരങ്ങിക്കൊണ്ടല്ല, സന്തോഷത്തോടെ. എന്നിട്ട് അടുത്ത വാക്യം പറയുക, ഇത് അവർ ഞെരങ്ങിക്കൊണ്ടല്ല, സന്തോഷത്തോടെ ചെയ്യുവാൻ ഇടവരുത്തുവിൻ, അല്ലാതിരുന്നാൽ നിങ്ങൾക്ക് നന്നല്ല. അതെ, ഹല്ലേലൂയ. ദൈവം ആക്കി വെച്ചിരിക്കുന്ന ശുശ്രൂഷകർക്ക് ഒരു തരത്തിലും നിങ്ങളൊരു പ്രശ്നമായി തീരരുത്. ഒരു തരത്തിലൊരു ബുദ്ധിമുട്ടായി തീരരുത്. നിങ്ങളെ കുറിച്ച് നാം ഓരോരുത്തരെയും കുറിച്ച് ദൈവം കണക്ക് ചോദിക്കുമ്പോൾ നിങ്ങളെ കുറിച്ച് നല്ലത് മാത്രം ദൈവഭക്തന്മാർക്ക് പറയുവാൻ നിങ്ങൾ ഇടം കൊടുക്കുവിൻ. നിങ്ങൾക്ക് വേണ്ടി അവർ ഞരങ്ങുവാൻ പാടില്ല. അങ്ങനെ ഞരങ്ങിയാൽ അത് നിങ്ങൾക്ക് നന്നല്ല എന്നുള്ള വചനം നമ്മെ പഠിപ്പിക്കുകയാ. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയരെ, ദൈവദാസന്മാർ, ദാസിമാർക്ക് എപ്പോഴെങ്കിലും നിങ്ങളൊരു തടങ്കൽ പാറയോ സ്വതന്ത്രം ഒരു ബുദ്ധിമുട്ടോ ആയി തീർന്നിട്ടുണ്ടെങ്കിൽ, വാക്കുകളിലോ പ്രവർത്തികളിലോ എവിടെയെങ്കിലും ഒരു സ്തോത്രം, ഒരു പ്രശ്നം നിങ്ങളിൽ വന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ഹല്ലേലൂയ, മടങ്ങി വരിക. കർത്താവിന്റെ വരവ് ആസന്നമായി. മടങ്ങി വരിക. നിങ്ങൾക്ക് വേണ്ടി കണക്ക് ബോധിപ്പിക്കുമ്പോൾ അവർ സന്തോഷത്തോടെ, ഉല്ലാസത്തോടെ കണക്ക് ബോധിപ്പിക്കേണ്ടുന്നവരാ. ഹല്ലേലൂയ. ആകയാൽ വേല വിശ്വസ്തയോടെ ചെയ്യുക, വേല വിശ്വസ്തയോടെ പൂർത്തീകരിക്കുക. വേലയിൽ മടിയരാകരുത്. വേലയിൽ അപൂർണരായി തീരരുത്. ഏൽപ്പിച്ചത് ചെറുതുമാകട്ടെ വലുതുമാകട്ടെ അത് നാം നല്ലതുപോലെ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുക. ഒരാത്മാവിനെ നേടുവാൻ കഴിഞ്ഞിട്ടുള്ളോ അതിനു വേണ്ടി ജാഗരിക്കുക. സ്തോത്രം. കർത്താവ് നമ്മെ എങ്ങനെയാ സ്നേഹിച്ചേ? നമ്മെ എങ്ങനെയാ കർത്താവ് സ്നേഹിച്ച്? തന്റെ ജീവൻ നൽകിക്കൊണ്ട്. നല്ല ഇടയൻ തന്റെ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവൻ കൊടുക്കുകയാ. ഇന്ന് നമ്മുടെ വിശ്വാസികളുടെ ജീവൻ എടുക്കുവാൻ നോക്കുന്ന പലരെയും നാം കാണുന്നില്ലേ? എന്നാൽ ഇതൊക്കെ അങ്ങ് കഴിഞ്ഞു പോകും. ഈ ലോകവും ഈ ആകാശവും ഭൂമിയും എല്ലാം കത്തി അഴിയും.
അപ്പോൾ നാം നിലനിൽക്കും. നമ്മുടെ പ്രവർത്തികളും സംസാരങ്ങളും സകലതും നിലനിൽക്കും. അപ്പോൾ നാം കണക്ക് ദൈവസന്നിധിയിൽ നിരത്തുവാൻ നമ്മുടെ കരത്തിൽ ഉണ്ടായിരിക്കട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. അടുത്ത മേഖലയിലേക്ക് ഞാൻ കടക്കുകയാ. സമയം ഉപയോഗിക്കുന്നതിൽ നാം വിശ്വസ്ത പുലർത്തുക. സമയത്തിന് ദൈവം നമ്മോട് കണക്ക് ചോദിക്കും. ഹല്ലേലൂയ. എബ്രായർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം, ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുവിൻ. സ്തോത്രം. അതെ, ദൈവം തന്നിരിക്കുന്ന സമയം അത് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുക. നീ എത്ര മണിക്കൂർ ജോലി ചെയ്തെന്നോ, നീ എത്ര മണിക്കൂർ കിടന്നുറങ്ങിയെന്നോ, എത്ര മണിക്കൂർ ഭക്ഷണം കഴിച്ചെന്നോ, അല്ലെങ്കിൽ എത്ര ദൂരം നടന്നെന്നോ, ഓടിയെന്നോ, നിന്നെന്നോ ഒന്നും ദൈവം ചോദിക്കത്തില്ല. നീ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു? സ്തോത്രം. അതിക്രമത്താലും പാപത്താലും മരിച്ച നിന്നെ രക്ഷിക്കുവാൻ ആരുമില്ലായിരുന്നു. അവിടെ നിന്ന് എന്റെ രക്തം കൊടുത്ത് ഞാൻ നിന്നെ വിലക്ക് മേടിച്ചപ്പോൾ ഞാൻ നിനക്ക് തന്ന ഈ ആയുസ്സിൽ നീ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു? സ്തോത്രം. അപ്പോ നാം കണക്ക് പറയേണ്ടുന്നത് സമയത്തിന് കണക്ക് പറയേണ്ടി വരത്തില്ലേ? ഇന്ന് നാം കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്ന എപ്പോഴാ? നമുക്ക് നല്ല മൂടുള്ളപ്പോൾ, നാം സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ, ജോലി ഒന്നുമില്ലാതിരിക്കുമ്പോൾ. ഒരു കാര്യം ഓർത്തുകൊള്ളുക, ദുഷ്ടനും മടിയനുമായ ദാസനെ എന്നൊരു വിളി നമ്മുടെ മേൽ വീണാൽ അത് വീണത് തന്നെയാ. പിന്നെ നമുക്കൊരു എക്സ്ക്യൂസ് ഉണ്ടാവില്ല പ്രിയരെ. അങ്ങനെയെങ്കിൽ നിന്റെ ഇഷ്ടത്തിന് വേണ്ടി നിൽക്കാതെ, നിന്റെ സമയത്തിന് വേണ്ടി നിൽക്കാതെ ദൈവത്തിന്റെ ഇഷ്ടത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുക. പിശാചിന്റെ ഏറ്റവും വലിയ തന്ത്രമാ സമയം അപഹരിക്കുക. തിരക്കുണ്ടോ ചോദിച്ചാ ഇല്ല, ഇല്ലേന്ന് ചോദിച്ചാ ഉണ്ട്. ഇങ്ങനത്തെ അവസ്ഥയിലായി ലോകം കടന്നു പോകുന്നത്. രാവിലെ മുതൽ രാത്രി വരെ പല പല വിഷയത്തിൽ നമ്മെ കൊണ്ട് ചെന്നിട്ട് തിരക്കുള്ളവരാക്കി നമ്മെ മാറ്റുകയാ. എന്നാൽ രാത്രി കടക്കാൻ പോകുമ്പോൾ പകലത്തെ ഒന്ന് വിശകലനം ചെയ്തു നോക്കിയാൽ ഒന്നും ചെയ്തിട്ടില്ല. സ്തോത്രം. അങ്ങനെ നാം വരരുത്. പിശാചിന്റെ വലിയ തന്ത്രമാണ് നമ്മുടെ സമയം അപഹരിക്കുന്നത്. ഹാലേ. പിശാച് പറയും ഇന്ന് ചെയ്യണ്ട നാളെ, അപ്പൊ നാളത്തോട്ട് വരുമ്പോ നാളെ ചെയ്യണ്ട മറ്റന്നാ. അങ്ങനെ ഓരോ ദിവസം നമ്മെ തള്ളി തള്ളി നീക്കും. അങ്ങനെയെങ്കിൽ ഇന്ന് എന്തെങ്കിലും ചെയ്യുവാൻ നിശ്ചയിച്ചാൽ അത് ഇന്ന് തന്നെ ചെയ്തെടുക്കുക. നാളത്തത് നമുക്കുള്ളതല്ല. നാളത്തെ കുറിച്ച് വിചാരപ്പെടുവാൻ നമുക്ക് അവകാശമില്ല. ഇന്ന് മുളച്ച് വൈകുന്നേരം വാടിപ്പോകുന്ന പുല്ലിനു തുല്യമാണ് നമ്മുടെ ആയുസ്. ഹല്ലേലൂയ. ദൈവം വിചാരിക്കണം, ദൈവം കനിയണം, നാളെ എഴുന്നേൽക്കണമെങ്കിൽ. അങ്ങനെയെങ്കിൽ ഹാലേലൂയ, ഇതൊക്കെ ഒന്ന് ഒതുങ്ങട്ടെ, ഞാനൊന്ന് ഫ്രീ ആകട്ടെ, എന്നിട്ട് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടാം, പ്രാർത്ഥിക്കാം, ആരാധിക്കാം, ശുശ്രൂഷ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നാൽ നീ ആഗ്രഹിക്കുമ്പോൾ നിനക്കൊരു വാക്ക് പറയുവാൻ പോലും ദൈവം അവസരം നൽകിയില്ല എന്ന് വരും. അങ്ങനെയെങ്കിൽ സമയം വിലപ്പെട്ടതാ. ദൈവസന്നിധിയിൽ സമയത്തിന് വിലയുണ്ട്. സ്തോത്രം. നാം ജനിച്ചിട്ട് മരിക്കുന്ന സമയമുള്ളതെല്ലാം കർത്താവ് കണക്കു കൂട്ടി വെച്ച് ഹല്ലേലൂയ നമ്മോട് ദൈവം കണക്ക് ചോദിക്കും. നാം കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ലഭിക്കുന്ന സമയം കുറച്ച് സമയമാണെങ്കിലും അത് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുക. ഈ ലോകത്തിന് വേണ്ടി എന്തെങ്കിലും പ്രയോജനപ്പെടുത്തിയിട്ടൊരു കാര്യമില്ല. അത് ഈ ലോകത്തിൽ നശിച്ചു പോകുന്നതാ. സ്തോത്രം. ഹല്ലേലൂയ. അവസരമുണ്ടായിട്ട് പ്രാർത്ഥിക്കാതെ ആരാധിക്കാതെ ഇരുന്നാൽ പിന്നെ ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കും. കഴിഞ്ഞ നാളുകളിൽ ആരാധന യോഗങ്ങൾ, സഭായോഗങ്ങൾ ഉപേക്ഷയായി വിചാരിച്ചവർക്ക് ഇപ്പോൾ മനസ്സിലായി കാണും കൂട്ടായ്മയുടെ ഹല്ലേലൂയ ആ ഒരു അനുഭവം. എന്ന് പറഞ്ഞതുപോലെ ദൈവദാസന്മാർ ദാസിമാർ വിളിച്ചു പറഞ്ഞില്ലേ, നിങ്ങൾ ആരാധിക്ക്, ഇതുപോലെ ഇനി ആരാധിക്കാൻ ഒരു അവസരം നിങ്ങൾക്ക് ലഭിച്ചില്ല എന്ന് വരാം. അതെല്ലാവരും സ്തോത്രം ഗണ്യമാക്കാതെ മാറ്റിക്കളഞ്ഞു.
ഇന്നൊന്ന് ആരാധിക്കുവാൻ, കൂട്ടുവിശ്വാസികളെ ഒന്ന് കാണുവാൻ കൊതിക്കുന്നില്ലേ? ഇതുപോലെ ഈ വചനം സ്വാതന്ത്ര്യത്തോടെ കയ്യിലെടുക്കുവാനോ ഉച്ചത്തിലൊന്ന് പാടി ആരാധിക്കുവാനോ കഴിയാത്തൊരു കാലഘട്ടം നമ്മെ കാത്തിരിപ്പുണ്ട്. ഹല്ലേലൂയ. ആ സമയങ്ങളിൽ വിഷമിച്ചിട്ട് കരഞ്ഞിട്ട് നിരാശപ്പെട്ടിട്ട് കാര്യമില്ല. ഇന്നലെ അവസരം കിട്ടുമ്പോൾ തക്കത്തിൽ വിനിയോഗിക്കുക. ഇത് ദുഷ്കാലമാ. സ്വത്രം. ഇന്ന് സമയം കളയാൻ ഒത്തിരി മാധ്യമങ്ങളുണ്ട്, ഒത്തിരി വഴികളുണ്ട്. അവിടെ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞ് നമുക്ക് എന്ത് കിട്ടും? ഒന്നും കിട്ടത്തില്ല. അങ്ങനെയെങ്കിൽ പ്രാർത്ഥനയിൽ മുന്നേറുക, ദൈവം ഏൽപ്പിച്ചതിൽ വിശ്വസ്തത പുലർത്തുക. ഹല്ലേലൂയ. സ്വത്രം. അപ്പോൾ നാം ചില കാര്യങ്ങളിലൂടെ കടന്നു വന്നു. ഒന്നാമത് നാം വിശ്വസ്തത പുലർത്തേണ്ടത്, അതോടൊപ്പം ദൈവം നമ്മോട് കണക്ക് ചോദിക്കുന്നത് നമുക്ക് നൽകിയ താലന്തുകളിൽ. ഈ താലന്തുകളിൽ കഴിവുകൾ, സമയം, കൃപകൾ സകലതും ഉൾപ്പെടും. ഇതിൽ നാം വിശ്വസ്ത പുലർത്തണം. അതുപോലെ നാം കണക്ക് ബോധിപ്പിക്കണം. അതുപോലെ ഹല്ലേലൂയ, നമ്മുടെ വാക്കുകളിൽ, നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന ഏത് നിസാര വാക്കിനും ദൈവം കണക്ക് ചോദിക്കും. അതുകൊണ്ട് ഇനി ഒരു വാക്ക് സംസാരിക്കുമ്പോൾ ആമേൻ 1-2 വട്ടം ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. കാരണം ന്യായാസനത്തിന് മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോൾ തല കുനിപ്പാനിടയാകരുത്. ഏത് നിസാര വാക്കിനും ഒരുപക്ഷെ നമുക്ക് അതുകൊണ്ടൊരു ലാഭവും ഇല്ലായിരിക്കും, നഷ്ടവും ഇല്ലായിരിക്കും. പക്ഷെ നാം എന്ത് ചെയ്യും? ആവശ്യമില്ലാടത്തും അനാവശ്യമായി നാം എന്ത് ചെയ്യും? വാക്കുകൾ കൊണ്ട് അമ്മാനമാടും. അത് നാം കണക്ക് പറയേണ്ടി വരും. വാക്കുകളിൽ വിശ്വസ്ത പുലർത്തുക. അടുത്തത്, നാം നമ്മുടെ കൂട്ടുവിശ്വാസികൾക്ക് അല്ലെങ്കിൽ നാം പോകുന്ന മേഖലയുള്ളവർക്ക് ഒരു തടസ്സമായി നിൽക്കരുത്. നമ്മെ ആക്കി വെച്ചിടത്ത് നാം വിശ്വസ്ത പുലർത്തുക. ആ വിഷയത്തിലും ദൈവം നമ്മോട് കണക്ക് ചോദിക്കും. അടുത്തത്, നമ്മെ ഏൽപ്പിച്ച ആത്മാക്കളുടെ അവരെ പരിപാലിക്കുന്നതിൽ, അവർക്ക് വേണ്ടി ജാഗരിക്കുന്നതിൽ വിശ്വസ്ത പുലർത്തുക. പോകുന്ന വഴിക്ക് പോകട്ടെ എന്ന് ചിന്തിക്കാതെ ഹല്ലേലൂയ 99 വിട്ട് 1 തേടിപ്പോയ കർത്താവിനെ മാതൃകയാക്കി നമ്മുടെ ഹല്ലേലൂയ ശുശ്രൂഷ പൂർത്തീകരിക്കുക. അഞ്ചാമത്തേത്, സമയം തക്കത്തിൽ വിനിയോഗിക്കുക. ഇന്ന് ലഭിക്കുന്ന ഈ സമയമൊന്നും നാളെ ലഭിക്കുമെന്ന് വിചാരിക്കല്ല കേട്ടോ. നാളെ നമുക്ക് ലഭിച്ചെന്ന് വരത്തില്ല. നാളെ നമ്മുടേതല്ല. ഹല്ലേലൂയ. ഈ അവസരത്തിൽ 2 ചോദ്യം ഞാൻ ചോദിക്കുകയാ. ഹല്ലേലൂയ. ഞാൻ നിന്നോട് കാര്യ തീർക്കുന്ന നാളിൽ നീ ധൈര്യത്തോടെ നിൽക്കുമോ? സ്വത്രം. അന്നാണ് നിന്റെ കരങ്ങൾ ബലപ്പെട്ടിരിക്കുമോ? ദൈവത്തിന് ഇന്ന് നമ്മോട് ചോദിക്കുവാനുള്ള 2 ചോദ്യങ്ങളാ. നിന്നോട് കാര്യം തീർക്കുന്ന ഹല്ലേലൂയ ഒരു സമയമുണ്ട്. അന്ന് നിനക്ക് ധൈര്യത്തോടെ നിൽപ്പാൻ കഴിയുമോ? ഇന്ന് ഓർക്കുക. ഇന്ന് നമ്മുടെ ജീവിത സാഹചര്യത്തിൽ നിന്നൊന്ന് നോക്കുക. എനിക്ക് അന്ന് ആ നിമിഷം ധൈര്യത്തോടെ നിൽക്കുവാൻ കഴിയുമോ? അതോ ലജ്ജ നിന്ന പാത്രമായി ദൈവത്തിൽ നിൽക്കേണ്ടി വരുമോ? അങ്ങനെയെങ്കിൽ ഇന്ന് നമുക്ക് ക്രമീകരിക്കേണ്ട മേഖലകളിൽ ക്രമീകരിക്കുവാൻ ദൈവം സമയം നൽകുകയാ. ഇത് എന്തിനു വേണ്ടിയാ? ദൈവം ഈ പ്രകാരമുള്ള വചനങ്ങൾ നമ്മോട് ഇടപെടുന്നത് നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ട്. നാം ഒരുങ്ങണം. കാരണം നമ്മെ ജീവൻ നൽകിയ ദൈവം വീണ്ടെടുത്തത് അത് നശിപ്പിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. എങ്ങനെയെങ്കിലും ഇവരെ വീണ്ടെടുക്കണമെന്നുള്ള ഒറ്റ ആഗ്രഹമേ നമ്മുടെ ദൈവത്തിനുള്ളൂ. അതുപോലെ അന്നാളിൽ നമ്മോട് കാര്യം തീർക്കുന്ന ആ സമയം നമ്മുടെ കരങ്ങൾ ബലപ്പെട്ടിരിക്കുമോ? ഈ കരങ്ങൾ ബലപ്പെട്ടിരിക്കുമോ? ഇത് മലിനപ്പെട്ടിട്ടോ ദുഷിച്ചിട്ടോ ഉണ്ടെങ്കിൽ ഇന്ന് കൈകളെ കഴുകി ദൈവസന്നിധിയിൽ യേശുവിന്റെ രക്തത്താൽ കൈകളെ കഴുകി ശുദ്ധീകരിക്കുക. സ്തോത്രം. സകലത്തിലും കണക്ക് ചോദിക്കുമ്പോൾ നമുക്ക് തല നിവർത്തി നിൽക്കുവാൻ കഴിയണം. ഈ കരങ്ങൾ ബലപ്പെട്ടിരിക്കുവാൻ കഴിയണം. ഈ കരങ്ങൾ കൊണ്ട് ദൈവത്തിന് ഹിതമില്ലാത്തത് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്നതിനെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുക. ഹല്ലേലൂയ. കേൾക്കുമ്പോൾ വളരെ പ്രയാസമായി തോന്നും. പക്ഷേ ഇതിലൂടെ ഒന്ന് കടന്നു പോയാൽ അത് ആനന്ദകരമാ, സന്തോഷകരമാ, ഉല്ലാസകരമാ. ക്രിസ്തുവിനോട് കൂടെ വാഴുന്ന ആ സുദിനങ്ങളെ ഓർക്കുമ്പോൾ ഹല്ലേലൂയ വരുവാനുള്ള തേജസ് വിചാരിക്കുമ്പോൾ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്നൊന്ന് എണ്ണുവാൻ കഴിയുമോ? സ്തോത്രം.
ഒരു തേജസ് ലഭിച്ചു എന്ന് വിചാരിച്ചിരിക്കല്ലേ. ഇനിയൊരു തേജസ് വെളിപ്പെടുവാനുണ്ട്. ആ തേജസ്സിലേക്ക് എഴുന്നേൽക്കുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ കേൾക്കപ്പെട്ട വചനം ആമേൻ ഹല്ലേലൂയ മാറ്റിക്കളയാതെ, ഗണ്യമാക്കി കളയാതെ, ഇത് പരിശുദ്ധാത്മാവ് ഏൽപ്പിച്ച വചനമാ, ഇത് പരിശുദ്ധാത്മാവ് ഇടപെട്ട വചനമാ. ഇത് നമ്മുടെ ജീവിതത്തിൽ ഒന്ന് ഏറ്റെടുത്താൽ നാം അനുഗ്രഹ പൂർണ്ണരായി തീരും. ആമേൻ. നമ്മോട് കാര്യം തീർക്കുന്ന നാളിൽ നാം ന്യായാസനത്തിന് മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോൾ നമുക്ക് ധൈര്യത്തോടെ നിൽക്കാം. നമ്മുടെ കരങ്ങൾ ബലപ്പെട്ടിരിക്കും. ഹല്ലേലൂയ. നാം പ്രാർത്ഥിക്കാൻ പോകുക. പരിശുദ്ധ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തിനായി സ്തോത്രം. കേൾക്കപ്പെട്ട തിരുവചനത്തിനായി സ്തോത്രം. ഞങ്ങൾ കണക്ക് ബോധിപ്പിക്കേണ്ടവരാണെന്നുള്ളൊരു ബോധ്യം ഞങ്ങൾക്ക് പകർന്നു തന്നതിനായി സ്തോത്രപ്പ. ഞങ്ങളെ ഏൽപ്പിച്ചതിൽ, ഞങ്ങളായിരിക്കുന്നതിൽ, ഞാൻ പോകുന്ന മേഖലകളിൽ വിശ്വസ്ത പുലർത്തുവാൻ ദൈവം സഹായിക്കണമേ. കണക്ക് ബോധിപ്പിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാക്കി കർത്താവ് തീർക്കണം. പ്രത്യേക